ഹായ്, ഇന്ന് എനിക്ക് കുറച്ച് അഗസ്ത്യ മുരിങ്ങയുടെ പൂവ് കിട്ടിയിട്ടുണ്ട്. നല്ല ചുവന്ന കളറിൽ, കണ്ടു കഴിഞ്ഞാൽ താമരയുടെ ഇതൾ പോലെ ഇരിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു അഗസ്ത്യ മുരിങ്ങയുടെ പൂവാണ്. അപ്പോൾ എല്ലാവരുടെയൊക്കെ വീട്ടിലും മിക്കവരുടെയും വീട്ടിലൊക്കെ ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും നല്ല കളറിലുള്ള പൂവ് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. വെള്ള കളറിലുള്ള പൂവാണ് ഉണ്ടായിരുന്നത്. എൻ്റെ വീട്ടിൽ ഞാനൊരു അഗസ്ത്യ മുരിങ്ങ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ള കളർ പൂവായിരുന്നു. പക്ഷേ അത് നല്ല പൊക്കത്തിലൊക്കെ ആയപ്പോൾ അതങ്ങ് ഒടിഞ്ഞു വീണുപോയി. അപ്പം നമുക്കത് ഒരുപാട് പൊക്കം വയ്ക്കാതെ, ഹൈറ്റ് ഒരുപാടാവാതെ നമുക്കതിനെ കട്ട് ചെയ്ത് വിട്ടു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ വന്ന് നിറയെ പൂവ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ അഗസ്ത്യ മുരിങ്ങയുടെ ഗുണത്തെപ്പറ്റി ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരുപാട് ഗുണങ്ങളുള്ള, ഒത്തിരിയധികം പോഷകഘടകങ്ങളുള്ള ഒരു മെഡിസിനൽ പ്ലാന്റാണ് അഗസ്തി. അപ്പോൾ അഗസ്തിയുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അഗസ്തി തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പേരൊന്ന് പറഞ്ഞേക്കൂ. അപ്പോൾ അഗസ്തിപ്പൂവ്, അഗസ്തിച്ചീര, അതിൻ്റെ ഇലയും നമ്മൾ തോരൻ വയ്ക്കാറുണ്ട്, പൂവും തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ പൂവ് തോരൻ മാത്രമല്ല, നമുക്ക് മെഴുക്ക് പുരട്ടിയായിട്ടും ഉപ്പേരി പോലെയൊക്കെ ആക്കിയെടുക്കാം. അതായത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ല ഒരു മെഡിസിനാണ്. അതായത് നമ്മുടെ വായ്പുണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ നാവിലൊക്കെ ചില സമയത്ത് ഇൻഫെക്ഷൻ പോലെ പൊള്ളലൊക്കെ വരാറുണ്ട്. അത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണത്. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ഒരു ഔഷധമാണ് ഈ അഗസ്ത്യ മുരിങ്ങയുടെ പൂവ്. നമ്മൾ കറി വെച്ച് കഴിച്ചാൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് വേറെ ഒത്തിരി ഗുണങ്ങളുണ്ട്. കാൽസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ അഗസ്ത്യപ്പൂവും അഗസ്ത്യയുടെ ആ ചീരയും ആ ഇലയും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുകയാണ്. അതിന് നമ്മൾ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു പുഴുക്കളുണ്ടാവും. അപ്പം ഞാനിതിനെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് നമുക്കതിനെ വൃത്തിയാക്കി എടുക്കാം. അപ്പം മഞ്ഞളിട്ട വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കണ്ണിൽ പോലും കാണാനില്ലാത്ത കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രാണികളെല്ലാം നശിച്ചു പോകും. അങ്ങനെ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ഞൾ വെള്ളത്തിലിട്ടപ്പോൾ അതിൻ്റെ കളറിനൊരു ചേഞ്ച് വന്നു കേട്ടോ. ആ മഞ്ഞളിൻ്റെ ഇതിൽ പിടിച്ചപ്പോഴത്തേക്കുണ്ടോ നിറത്തിന് വ്യത്യാസം വന്നു. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ കറി വെച്ചോ പിന്നെ ഇതിൻ്റെ ഇല നമ്മൾ ജ്യൂസാക്കി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതായത് കാൽസ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, സ്ത്രീകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ 30-35 വയസ്സൊക്കെ കഴിയാൻ കാൽസ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നമുണ്ട്. 30-31 ആവണ്ട, അതിന് മുന്നേ പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പോൾ അത് ജ്യൂസാക്കി നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ടെങ്കിലും ഒന്ന് അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ചെറിയൊരു കശർപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.